എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നഗരസഭയിലെ കയ്യാങ്കളി. പൊതുജനങ്ങൾക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. നമ്മുടെ മേയർ വി രാജേഷിൻ്റെ ഭരണത്തെക്കുറിച്ചും UDFൻ്റെ അവിശ്വാസ പ്രമേയം തള്ളിയതിനെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് പോവാം. അപ്പം എന്താണ് ചേട്ടന് തോന്നുന്നത്? ചേട്ടൻ എന്താണ് ഒരു അഭിപ്രായം? ഇപ്പം മേയറുടെ ഭരണം എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട കുറച്ച് വിഷ്വൽസ്, നഗരസഭയിലെ കയ്യാങ്കളി, അത്തരത്തിലുള്ള ചേട്ടൻ്റെ പ്രതികരണം എന്താണ്? പ്രതികരണം വേറെ ഒന്നുമില്ല. ഇതിനകത്ത് കുറേ രാഷ്ട്രീയത്തിനകത്തുള്ള കുറേ ഗുണ്ടകളുണ്ട്, അവരെല്ലാം ഒന്ന് ഒതുക്കി നിർത്തണം. അതിനകത്ത് കുറേ അവരെ കയറ്റരുത്. രാഷ്ട്രീയ ഗുണ്ട കേസുണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഇലക്ഷനിൽ നിർത്തരുത്. അത് ക്യാൻസൽ ചെയ്തവരെ വിടണം, അയോഗ്യനാക്കി വിടണം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ നല്ലത് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ചില കാര്യങ്ങൾ നാടകമായിട്ട് നടക്കുന്നുണ്ട്. അത് പ്രതിവശവും ഭരണവശവും അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. നമ്മൾ ജനങ്ങളല്ലേ, നമ്മൾ കണ്ട കാഴ്ച കണ്ടിരിക്കുക അവർ ചെയ്യുന്ന ഓരോ കോപ്രായങ്ങൾ. അതാണ് എൻ്റെ രീതി, അല്ല വേറെ ഒന്നുമില്ല. അവിശ്വാസ പ്രമേയം പാളിപ്പോയല്ലോ, CPM പിന്മാറി. അപ്പം അതിനെക്കുറിച്ച് എന്താണ്? കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അതാരെങ്കിലും പിന്നോട്ട് അവിശ്വാസ പ്രമേയം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വരുള്ളൂ. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വീണ് പോകില്ല. അതിനെക്കുറിച്ച് എന്താണ് പിന്നെ വേറെ ഒന്നുമില്ല ഐഡിയ ആയിട്ട് പറയാൻ. മേയർ വന്നതിന് ശേഷം നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്താണെന്നറിയോ, അവർ നല്ല ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റുള്ള പാർട്ടി ഇവർ നല്ല ഭരണം കാഴ്ചവെച്ചപ്പോൾ അടുത്ത പാർട്ടിക്ക് അത് ശരിയാകുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഭരണമാണ് മേയർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെന്ന് സ്വാതന്ത്ര്യമായിട്ട് പറയാം, സംസാരിക്കാം, അത് അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ന്യായമുള്ള കാര്യമാണെങ്കിൽ സാറത് ചെയ്തു തരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു സഹോദരനുള്ളതെന്നുള്ള പോലെ ചെന്ന് സംസാരിക്കാം. എൻ്റെ ഒരു അഭിപ്രായം നല്ലതാണ്. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. 90 ദിവസം പൂർത്തിയായി. അതെ, മേയർ നല്ലതാണ്, നല്ല ആളാണെന്ന് പറയുന്നുണ്ട്. മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. കാര്യം കുറേ ഗുണ്ടാപിരിവൊക്കെ മാറ്റിയല്ലോ. പൊതുവെ പാവങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒപ്പിക്കുന്നുണ്ട്. അതെ, എല്ലാ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നും ആയില്ല. അല്ല, ആ ടൈമിലൊക്കെ അതൊക്കെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഡ്രൈനേജിൻ്റെ ഇഷ്യൂ അത് അന്നുണ്ട് ഇന്നും ഉണ്ട്. പിന്നെന്താ, അതൊക്കെ തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോർപ്പറേഷൻ കൗൺസിലിലെ അടി, അതിനെങ്ങനെ കാണുന്നത്? UDFും LDFും തമ്മിൽ ഇനി ഞാൻ വിലയിരുത്തുന്നത് UDF LDF ഇത് മാത്രമല്ല, അതിലൊരു വേറൊരു പാർട്ടിയും കൂടിയുണ്ട്. അതായത് പ്രതിപക്ഷം എന്താ പറയുക, കുറച്ചുകൂടെ വരണം. അവർ കുറച്ചുകൂടെ നല്ല രീതിക്ക് കുറച്ചുകൂടെ പ്രവർത്തിക്കണം. ബോഡി മേയർ നമ്മുടെ സ്ട്രീറ്റ് ഡോഗ്സിന് വേണ്ടിയിട്ട് ഷെൽട്ടർ ഹോമിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ കമ്പനി പെട്രൈസസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഓൺലൈൻ അഗ്രിഗേറ്റ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടേത്. അപ്പം ഞങ്ങൾ മേയറിൻ്റെ ആ ഒരു സജഷനോട്, ആ പുള്ളി എടുത്ത തീരുമാനത്തോടുകൂടി ഞങ്ങൾ ഭയങ്കര എഗ്രി ചെയ്യുന്നു. കാരണം ഡോഗ്സിന് ഷെൽട്ടർ ഹോം വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് വന്ധീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിന് അഗ്രഷൻ ഉണ്ടാവും, മറ്റുള്ളവരെ കടിക്കും, ഇതിന് ഫുഡ് കിട്ടുന്നില്ല, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി ആ ഒരു തീരുമാനം എടുത്തതിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ പെറ്റ്സിനെ ഇങ്ങനെ റെസ്ക്യൂ ആൻഡ് അഡോപ്ഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മേയർ ഇങ്ങനെ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് ഈ തെരുവുനാശര്യം നല്ല രീതിക്ക് 1 വർഷം കൊണ്ട് തന്നെ നമുക്കത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഡിസിഷനിൽ ഭയങ്കര ഹാപ്പിയാണ്. മേയർ വി രാജേഷിനെ കുറിച്ച് പുള്ളി വേറെ കുഴപ്പമൊന്നുമില്ല. അവിശ്വാസപ്രമേയം എന്ന് പറഞ്ഞാൽ അത് പാസ്സാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അത് ഇവിടെ 51 സീറ്റുണ്ട്, മറ്റേ അടുത്ത് 29-21 ഉള്ളൂ. അത് നടക്കില്ല. പിന്നെ അന്നേരം ഇവർ രണ്ടുപേരും കൂടി അടുത്ത വർഷം UDF കൂടി ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അത് ജനങ്ങൾ, പിന്നെ മേയർ കുറച്ച് കാര്യമായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏതായാലും ജനങ്ങളും എല്ലാവരും നാട്ടുകാരും ഇതിന് സപ്പോർട്ടായിരിക്കും. അതാണ് നമ്മുടെ വ്യക്തിപരമായ പാർട്ടി വൈസിലല്ല, വ്യക്തിപരമായ കാര്യത്തിൽ അതാണ്. കേട്ടില്ലേ? തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ചും നഗരസഭ മേയർ വി രാജേഷിനെ കുറിച്ചും ഒരുപാട് നല്ല കാര്യങ്ങളാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും BJP തന്നെ ഭരിക്കണമെന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും പുതിയൊരു വിഷയത്തിൽ പുതിയൊരു പബ്ലിക് ഒപ്പീനിയനുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.